പലതരത്തിൽ ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സിനിമ കാരണം ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീഴുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ കാണുകയാണ്. അതായത് ചാവ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലാണ് വലിയ കോളിളക്കം ഈ സിനിമ സൃഷ്ടിച്ചത്. 600 കോടി ക്ലബും കഴിഞ്ഞ് ചാവ ഇപ്പോഴും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ ശിവാജി മഹാരാജിന്റെ മകനായിട്ടുള്ള സംഭാജി മഹാരാജും ഔറംഗസേബുമായിട്ടുള്ള പല തർക്കവും പല രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളുമാണ് ഈ ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള കാരണം. ഇപ്പോൾ ശിവജി മഹാരാജുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ വലിയ ആരാധക വൃന്ദമാണ് ഇപ്പോഴും മഹാരാജ ശിവജി മഹാരാജുമായി ഉള്ളത്. ഈ ശിവജി മഹാരാജിനെ ആരാധിക്കുന്നവരിൽ ഏറ്റവും കൂടുതലുള്ളത് ശിവസേന, മറാഠി അങ്ങനെ വിഭാഗക്കാർ ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇപ്പോൾ ഔറംഗസേബിനെ പ്രശംസിച്ച് SP-യിലെ ഒരു MP രംഗത്തെത്തിയതാണ് വിഷയം സങ്കീർണമായിരിക്കുന്നത്. ഔറംഗസേബിനെ പ്രശംസിച്ചതിനു ശേഷം സമാജ്വാദി പാർട്ടി നേതാവ് അബു അസ്മിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ ശിവസേന വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശിവസേന UBT നേതാവ് ആദിത്യ താക്കറെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഔറംഗസേബ് ഏറ്റവും മികച്ച രാജാവാണെന്നും അദ്ദേഹത്തിന്റെ കാലത്ത് ഇന്ത്യ സോൺ കി ചിതിയ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആസ്മ വിവാദ പ്രസ്താവന നടത്തി. ഔറംഗസേബിന്റെ ശവക്കുഴി കുഴിക്കാൻ ആഹ്വാനം ചെയ്യുന്ന BJP നേതാക്കൾ സാമുദായിക ഐക്യം തകയാണ്, മുസ്ലിങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് ഇദ്ദേഹം കൃത്യമായി പറഞ്ഞത്. എന്തായാലും മറുവശത്ത് BJP നേതാവ് രാം കദം ആസ്മിയുടെ പ്രസ്താവനയെ കുറിച്ച് ഇങ്ങനെയാണ് തിരിച്ചടിച്ചത്. അബു അസീം ആസ്മി തിയേറ്ററിൽ പോയി ചാവ എന്ന സിനിമ കാണണം, ചരിത്രം വായിക്കണം. അവർ ഏറ്റവും നല്ല രാജാവ് എന്ന് വിളിക്കുന്നവർ നമ്മുടെ സംഭാജി രാജാവിനെ ക്രൂരമായി കൊന്ന് ജയിലിൽ അടച്ചു. അബു ആസ്മി ഈ കാര്യത്തിൽ ഈ പറഞ്ഞതിൽ ലജ്ജിക്കണം എന്നാണ് BJP നേതാക്കളടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അബു ആസ്മി മുമ്പും ഔറംഗസേബിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ള ആളാണ്. 2023 ഔറംഗസേബിനെ പിന്തുണച്ച ആസ്മിക്ക് വധഭീഷണി ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹം മുംബൈയിലെ കൊളാബ പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തു. ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളിൽ സമാജ്വാദി പാർട്ടിയും ശിവസേന UBT പാർട്ടിയും ഉൾപ്പെടുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ വിള്ളലാണ് ഇതിൽ വീഴ്ന്നിരിക്കുന്നത്, ഈ ഒരു ഇന്ത്യ സഖ്യത്തിൽ വീഴ്ന്നിരിക്കുന്നത് എന്ന തരത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇതിനെ നോക്കിക്കാണുന്നത്. എന്തായാലും ചാവ സിനിമയ്ക്ക് ശേഷമാണ് ഈ ഔറംഗസേബുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മുടെ രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്നത്. ഔറംഗസേബിന്റെ ഈ ഗ്രേവ്, അതായത് ഔറംഗസേബിന്റെ ശവക്കല്ലറ പൊളിച്ചു കളയണമെന്ന് പല നേതാക്കളും പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഈവൻ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പോലും ഔറംഗസേബിന്റെ ശവക്കല്ലറ പൊളിച്ചു കളയണം, അല്ലെങ്കിൽ ഔറംഗസേബിനെ പറ്റി വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.